നമ്മുടെ സഹോദരിമാർക്കെല്ലാം പഴയ കാലത്തെ പതിവുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താണ്? നമ്മുടെ വീടിൻ്റെ നേരെ പരിസരത്ത് ഒരു എന്താ പറയുക, ഒരു അടുക്കള കൃഷി എന്ന് പറയാം നമുക്കതിന്. ഒരു അടുക്കള കൃഷി. ആ അടുക്കള കൃഷി വെക്കുമ്പോൾ എന്ത് വേണം? പച്ചമുളകിൻ്റെ ചെടികൾ ഒരു 4 എണ്ണം, നമ്മുടെ ഈ വെണ്ടക്ക പോലത്തെ അങ്ങനത്തെ ഒരു 4 എണ്ണം. പിന്നെ നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് രോഗം മറ്റൊക്കെ വന്നാൽ ഒരു പരിമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തുളസി. അതേപോലെ തന്നെ കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം, ഇവിടെ അറിയുമെന്ന് അറിയില്ല എനിക്ക്. അങ്ങനത്തതൊക്കെ. അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെടി ഉണ്ടാക്കേണ്ടത്. ആ ചെടി ഏതാണ്? ബുഷാണ് ഒരു ചെടി. ബുഷിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഈ അലങ്കാര ചെടി മാത്രം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഫലമല്ല. എന്തേ? അത് ഞങ്ങൾക്ക് വേഗം ബോധ്യപ്പെടുത്തി തരാം. ഈ അലങ്കാര ചെടികൾ വെച്ചിട്ട് ഒരാടിനെ വിട്ടു നോക്കണ്ടേ ആ ചെടിക്ക്. ഒറ്റ ആടും അതിൻ്റെ ഇല കടിച്ചു നോക്കൂല. ആടിനറിയാം അത് ഒരു ഫായ്ദയില്ലാത്തതാണ്. ആട് പോലും ഇല തിന്നൂല. ഈ ഇംഗ്ലീഷ് ചെടി എന്നിട്ട് നമ്മൾ അത് പിന്നെ എന്തിനു പറ്റും? ഇങ്ങനെ കാഴ്ചക്ക്, അതിന് മാത്രമേ പറ്റുള്ളൂ. ഔഷധ ബീജമുള്ള ചെടി വീടിൻ്റെ നേരെ പരിസരത്തൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ, ഒരു 25 എണ്ണം ഉണ്ടെങ്കിൽ, നമ്മുടെ വീട് എപ്പോഴും ഒരു റൂം, ഓഫീസ് റൂം, ഒന്ന് ബാത്റൂം, ഒന്ന് കിച്ചൺ, ഒന്ന് ഡൈനിങ് ഹാൾ, അപ്പുറത്തെ ബെഡ്റൂം, ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ അകത്തുള്ള വായു ഇതിൽ കടന്ന് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ വാതിലും ജനലും ഒക്കെ ഇടക്കൊന്ന് തുറന്നു വെച്ചാൽ ഈ വീടിൻ്റെ നേരെ പരിസരത്തുള്ള ചെടികളിൽ നിന്ന് ശുദ്ധവായു അകത്തേക്ക് കയറും. വീട്ടിൻ്റെ അകത്ത് മുഴങ്ങി നിൽക്കുന്ന ഈ അശുദ്ധ വായുവിനെ മുഴുവനും ശുദ്ധീകരിക്കാൻ മുളക് ചെടിക്ക് കഴിവുണ്ട്, കഞ്ഞിക്കൂർക്കലിന് കഴിവുണ്ട്, തുളസി ഇലക്ക് കഴിവുണ്ട്, പ്രകൃതിയുടെ ഇലകൾക്കൊക്കെ അതിൻ്റെ കഴിവുണ്ട്. അപ്പം നമ്മുടെ ഉമ്മമാർക്കൊക്കെ പറ്റിയ ഒരു സംഗതിയാണ് എന്ത്? ആ ചെടികൾ നടുക. ഓരോ ചെടിക്കും വെള്ളം കൊടുക്കുന്നതിന്, ഓരോ ചെടിയെയും പരിപാലിക്കുന്നതിന്, ഓരോ ചെടിയെയും ശുശ്രൂഷിക്കുന്നതിന്, സ്വന്തം മക്കളെ പരിപാലിക്കുന്നത് പോലെ അള്ളാഹു തആലയുടെ പ്രതിഫലമുണ്ട്. ഇവിടെ പച്ചമുളകും കിട്ടും, ഇവിടെ മുളകും കിട്ടും, ഇവിടെ വെണ്ടയ്ക്കും കിട്ടും. പച്ചമുളക് പോലത്തൊക്കെ എന്തിനാ ഞാൻ വേഗം പറഞ്ഞത്? അത് ഈ ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ ഉപകാരം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഒരു 3 മാസം കൊണ്ട് കായ്ക്കൂലേ വെണ്ടക്ക? അത് വല്ല കാതിയുണ്ട്. അപ്പം അതാ പറഞ്ഞത്. ഇരിക്കട്ടെ, അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരം, അടുക്കള കൃഷി, ഇതൊക്കെ പടച്ചോനും കൂടി കൂലി തരും എന്ന് നിയത്ത് ചെയ്ത് വേണം. കൃഷിഫാമാർ കാണൂലേ എന്ന നിലക്ക് മാത്രമല്ല, ഇതിനൊക്കെ അതായത് അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ആഹാരം, ഓരോന്നിനും പറ്റിയ വളം ചേർത്ത് കൊടുക്കണം, അതിന് വെള്ളം ചേർത്ത് കൊടുക്കണം. പടച്ച റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യമാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദുന്നൂറൈനിയാണ്. ദുന്നൂറൈൻ 2 പ്രകാശം ഏറ്റുവാങ്ങിയ ആൾ. റസൂലുള്ളാഹിന്റെ ഒരു മോളെ കല്യാണം കഴിച്ചു വഫാത്തായി, 2ാമത്തെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു വാപ്പ 2 പെൺമക്കളെ, ഒരു പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് 2ാമത്തെ മോളെയും റസൂലുള്ളാഹി അതേ പുതിയാപ്പിളിനെ കൊണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ എത്ര വലിയ ആളായിരിക്കും, എത്ര ഇഷ്ടപ്പെട്ട ആളായിരിക്കും. ദിന്നൂറൈൻ, മുത്തുനബിയുടെ 2 മക്കളെ കെട്ടിയെന്നത് 2 പ്രകാശം ഏറ്റുവാങ്ങിയ ആൾ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫയാണ്. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബഹുമാനപ്പെട്ടവർ ഭരണം ഏറ്റെടുത്തതിൻ്റെ അവസാന സമയമാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്, ഭരണരംഗത്ത് കുറച്ച് പ്രതിസന്ധികളൊക്കെയാണ്, ഏറെ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ പ്രശ്നം നിൽക്കുന്ന സമയത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ സുബഹി നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവർ തോട്ടത്തിലേക്ക് ഇറങ്ങും. മദീനയിലെ ഈത്തപ്പന തോട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഉസ്മാൻ എന്നിവർ എത്തി. എന്നിട്ടോ തോട്ടത്തിന് വെള്ളം നനച്ചു കൊടുക്കുന്നു, തോട്ടത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, നല്ല വൃത്തിയാക്കിയിട്ട് തോട്ടം സംരക്ഷിക്കുന്നു. അല്ലാഹു റബ്ബി. ആ ഇടക്ക് സ്വഹാബാക്കൾ ഇങ്ങനെ ആ തോട്ടത്തിൻ്റെ അരികിൽ കൂടി പോകുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തോട്ടത്തിൽ കണ്ടപ്പോൾ ആളുകൾ വെച്ചാൽ, അല്ല ഉസ്മാൻ എന്നവരെ, നിങ്ങൾ ഇവിടുത്തെ അമീറല്ലേ, നിങ്ങൾ ഇവിടുത്തെ ഖലീഫയല്ലേ? എത്ര വലിയ പ്രശ്നങ്ങളാണ് ഭരണരംഗത്ത് നിലനിൽക്കുന്നത്, എന്തെല്ലാം കോലാഹലങ്ങളാണ് നാട്ടുകാർക്കിടയിൽ നടക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വയസ്സുകാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ചെടി നട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിനും എൻ്റെ ജീവിത ശേഷം ഇവിടെ ജീവിക്കുന്ന ജീവികൾക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണ്ടേ.
ഞാൻ ഈ ആളുകൾ ഈ വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് ഉസ്മാൻ നട്ടുപിടിപ്പിച്ച തോട്ടമാണ്, അത് എന്നെ എന്നും ഓർക്കാൻ മതിയായതല്ലേ? ആ മരത്തിന്റെ തണലിൽ നാലാൾ വിശ്രമിക്കുമ്പോൾ ഉസ്മാന്റെ മരത്തണലിലാണ് ഞാൻ വിശ്രമിക്കുന്നത്. എൻ്റെ ആഖിറത്തിലേക്ക് അതൊരു സമ്പാദ്യമല്ലേ? നാനാ ഭാഗത്ത് നിന്നും ഇതിൻ്റെ കായ്ക്കനികൾ വരുമ്പോൾ പക്ഷികളും പറവകളും ഒക്കെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ആഹാരം കിട്ടുമ്പോൾ ഉസ്മാന്റെ തോട്ടത്തിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം കിട്ടിയത് എന്ന് ആ പക്ഷികൾ വിചാരിക്കൂലേ? ഒരുപാട് ഇഴജന്തുക്കളും വണ്ടുപ്രാണികളും ഒക്കെ ഈ തോട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉസ്മാൻ നട്ടുപിടിപ്പിച്ച തോട്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അവർ വിചാരിക്കൂലേ എൻ്റെ ഖബറിലേക്ക് എന്നും ഒരു നീരൊഴുക്ക് കിട്ടാൻ ഞാൻ എന്തെങ്കിലും സമ്പാദിക്കണ്ടേ? അതാണ് മരം നട്ടുപിടിപ്പിക്കുന്നത്, കൃഷി നട്ടുപിടിപ്പിക്കുന്നത്. അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, സൃഷ്ടികൾ ഒന്നിച്ചൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഓരോന്നിനും നൽകണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ നമുക്ക് തമ്മിൽ കൊടുക്കാൻ കിട്ടൂല, അവിടേക്ക് എത്തനേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് മനുഷ്യ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മളൊരു വിശ്വാസിയുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനം രക്തബന്ധം എന്ന കുടുംബമാണ്. രക്തബന്ധം എന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണത്? അത് നമ്മുടെ മാതാപിതാക്കൾ. അവരെ മാതാപിതാക്കൾ വൈൻ അലാ എന്നാ കിതാബ് പറയും. എത്ര മുകളിലേക്ക് പോയാലും, എത്രാമത്തെ ഉമ്മവാപ്പാക്കായാലും മാതാപിതാക്കൾ. രണ്ട്, നമ്മുടെ മക്കളെ മക്കൾ, അതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് നമ്മുടെ കൂടപ്പിറപ്പുകളായ അപ്പുറവും ഇപ്പുറവും, ജ്യേഷ്ഠൻ അനുജൻ, ജ്യേഷ്ഠത്തി അനുജത്തി. അതേപോലെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, വാപ്പയുടെ ജ്യേഷ്ഠൻ അനുജൻ, ഇതൊക്കെ ചേർന്ന ഇതാണ് സിലത്തുർ റഹം, കുടുംബ ബന്ധം. ഇതിന് രക്തബന്ധം എന്ന് പറയും നമ്മൾ. ആ രക്തബന്ധമാണ് ബന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം. നബി മുഹമ്മദ് മുസ്തഫ എന്തൊക്കെയോ നടന്നോട്ടെ, നിങ്ങൾ ഇന്നെ ശ്രദ്ധിക്കണം. നമ്മൾ തമ്മിലാണ് കരാറ്. ഇവിടെ പല സംഗതി ഉണ്ടാവും. ചായ വരും, ചോറ് വരും, മറ്റേ വരും, ബാക്കിയുള്ളത് വരും, ആൾക്കാർ വരും, ബസ് വരും, ഒക്കെ വരും. നമ്മൾ തമ്മിലാണ് സന്തോഷം. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെയും കാണാൻ പറ്റും. ഞാൻ അത് കഴിഞ്ഞാൽ പോകും. അള്ളാഹു ആഫിയത്ത് തരട്ടെ. മലക്കുൽ മൗത്ത് അസ്റായീൽ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അസ്റായീലിൻ്റെ പേര് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് തരുള്ളൂങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആരെ പേരാ പേടിച്ചാൽ നിങ്ങൾ പേടിച്ചാൽ വേണ്ടി പറയാം അല്ലേ? സാധാരണ സലാത്തും ദിക്റൊക്കെ കുറയുന്നിടത്ത് ഞാൻ മലക്കുൽ മൗത്തിനെ പറഞ്ഞാൽ ഒരു കാരണം നല്ലോണം ചൊല്ലിക്കൊണ്ട് മൂപ്പര് ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോയെന്ന് അള്ളാഹു അലം. മലക്കുൽ മൗത്ത് അസ്റായീൽ മനസ്സിലാകായിട്ടാണ്. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ മനുഷ്യ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രക്തബന്ധം. ആ രക്തബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ്? ഉമ്മുക ഉമ്മുക ഉമ്മുക. വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച് നിന്നെ പോറ്റിയ ഉമ്മയില്ലേ, ആ ഉമ്മയാണ് നിനക്ക് ഏറ്റവും കടമപ്പെട്ടത്. നിന്റെ ഉമ്മയാണ്. അപ്പോൾ വാപ്പാരായ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്, നമ്മളെ കാര്യം ഇപ്പം എന്താ? നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ അല്ലാഹു തആല അധികാരപ്പെടുത്തിയ ഒരേ ഒരാൾ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഉമ്മയാണ്. ഉമ്മയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് മക്കളിങ്ങനെ വന്നാൽ സ്വർഗത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുണ്ടാകും വാപ്പ നിൽക്കണേ. എന്തേ? അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന സ്വദഖ റസൂലുള്ളാഹി. വാപ്പയാണ് സ്വർഗത്തിൻ്റെ പ്രധാന ഗേറ്റ് എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൻ്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. അപ്പോൾ ഉമ്മ വാപ്പ ടിക്കറ്റ് അവിടുന്ന് വാങ്ങുക, എന്നിട്ട് ആ ടിക്കറ്റ് വാപ്പാൻ്റെ അടുത്ത് കൊടുക്കുക. അതെ, അങ്ങനെ ആ ടിക്കറ്റ് ഉമ്മാൻ്റെ അടുത്ത് വാങ്ങിയിട്ട് വാപ്പാൻ്റെ അടുത്ത് കൊടുത്താൽ രണ്ടാക്കും വാതിൽക്കൽ അവിടെ നിൽക്കാം, രണ്ടാക്കും ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കാം. ചാവി ആരുടെ കയ്യിലാണ്? സ്വർഗത്തിൻ്റെ ഗേറ്റ് ടിക്കറ്റ് അവിടെ നിന്ന് കിട്ടി, ഗേറ്റിങ്ങലെത്തി. ഇനി ചാവി ആരുടെ കയ്യിലാണ്? അത് ആരംഭ റസൂലുള്ളാഹി, ഏറ്റവും വലിയ ഉസ്താദ് റസൂലുള്ളാഹിയാണ്. അവിടെ നിങ്ങളുടെ ഉസ്താദുമാരുടെ കയ്യിലാണ്. അതാണ് ചെറുപ്പത്തിലെ നമ്മൾ പാടിപ്പഠിച്ചത്, എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ പാഠം 1 അല്ലാഹ്,
പാഠം 2 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 അബുൻ പിതാവ്, പാഠം 4 ഉമ്മുൻ മാതാവ്, പാഠം 5 അഖാരിബുൻ കുടുംബക്കാർ. അതിൻ്റെ തർത്തീബ. അപ്പൊ നമ്മുടെ രക്തബന്ധമാണ് ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം. എന്നാൽ ആ രക്തബന്ധത്തിലേക്ക് പിന്നെ കയറി വരുന്നത് ആരാണ്? വിവാഹബന്ധമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഭാര്യ ഭർത്താവ് എന്ന് പറയണമെങ്കിൽ ഏത് സമുദായത്തിലും, മുസ്ലിം സമൂഹത്തിൽ അതിനനുസരിച്ച് നിക്കാഹ് ബന്ധം വേണം. ഹൈന്ദവ സമൂഹത്തിൽ അവരാചാരപ്രകാരമാണ്, ക്രൈസ്തവ സമൂഹത്തിൽ അവരാചാരപ്രകാരമാണ്. അല്ലേ? വഴിയിൽ വെച്ച് കിട്ടിയതിനെ ഇണയായി സ്വീകരിച്ച് ഇതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അത് നടപ്പിന്റെ കാര്യമല്ല. ഇപ്പൊ നമ്മുടെ ഭരണകൂടങ്ങളും മറ്റുമൊക്കെ സംവിധാനിച്ചതനുസരിച്ച് എന്ത് മതി? ഭാര്യ എന്ന് പറയാൻ പാടില്ല എന്നാണ്, ഭാര്യ എന്ന് എഴുതാനും പാടില്ല. പിന്നെന്താണ്? ജീവിത പങ്കാളി. ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ഇപ്പൊ അത് എങ്ങനെയാണെന്നറിയോ? ആണും ജീവിത പങ്കാളിയായിട്ട് ഒരു രണ്ടാളും കല്യാണം കഴിച്ചു പോകാൻ, പെണ്ണും ജീവിത പങ്കാളിയായിട്ട്. ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സമയത്ത് മതപരമായ കാഴ്ചപ്പാടിൽ എല്ലാ മതത്തിലും ഒരു നിശ്ചിത പ്രായമെത്തിയിരിക്കുന്ന ആൺകുട്ടി, ഒരു നിശ്ചിത പ്രായമെത്തിയ പെൺകുട്ടി, അവർക്ക് ആ പ്രായത്തിന്റെ സമയമെത്തുമ്പോൾ ഒരു ഇണതുണ ജീവിതം അനിവാര്യമാണ്. അപ്പോൾ ഒരു ഇണയെ കണ്ടെത്താൻ ഒരു പെണ്ണിന്റെ പിതാവ് കുടുംബത്തിനോട് ഇണങ്ങുന്ന, എൻ്റെ കുട്ടിയോട് ചേരുന്ന, നിറത്തിലും സ്വഭാവത്തിലും ദീനിലും സാമ്പത്തിലും ഒക്കെ ഒക്കുന്ന ഒരു കുട്ടിയെ കിട്ടണം എന്ന് നമ്മൾ പറയും. ഭംഗിയുള്ളതിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഭംഗിയില്ലാത്തതിനെ അള്ള പടച്ചിട്ടില്ല. അള്ള പടച്ചതൊക്കെ ഭംഗിയുള്ളതാണ്. പിന്നെ ഭംഗി ആപേക്ഷികമാണ്. നിങ്ങൾക്ക് ഭംഗി തോന്നിയത് എനിക്ക് തോന്നിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കുപ്പായ ആ കളറും എൻ്റെ ഈ കളറും ആയത്. നമ്മൾ രണ്ടാളും തുണിഷാപ്പിൽ ചെന്നപ്പോൾ 10 കളർ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും എടുത്തു. എല്ലാ കളറും ഇഷ്ടപ്പെട്ടതാണ്. അതാണ് അള്ളാഹു തആല പഠിച്ചതിൽ ഭംഗിയില്ലാത്തതില്ല. നമ്മളവിടുന്ന് ഒരു വാപ്പാനെ പണ്ട് മക്കളും ഭാര്യയും ഒക്കെ പാടെ മകനൊരു കല്യാണത്തിന് പെണ്ണ് കാണാൻ പറഞ്ഞാൽ മൂപ്പര് പോയി. പെണ്ണ് കണ്ടു വന്നിട്ട് പിന്നെ തിരിച്ചെത്തി നോക്കുമ്പോൾ വിവരമൊന്നും പറയുന്നില്ല. ഒരു ദിവസം കാത്തിട്ട് വീട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്നലെ മോനൊരു പെണ്ണ് കാണാൻ പോയല്ലോ, എന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്, എന്തായി എന്ന് ചോദിച്ചു. ആ കണ്ട കുട്ടനെ ഞാൻ കെട്ടിക്കോളാം, ഓനോട് വേറെ കാണാൻ പറയാം. അല്ലാഹു റബ്ബി. കണ്ട കാഴ്ചയിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു, സ്വാഭാവികല്ലേ? അപ്പൊ കണ്ട് ഇഷ്ടപ്പെടുക, കണ്ടതിനെയൊക്കെ കൂട്ടിപ്പോവുക എന്നല്ല. ഒരു കുടുംബജീവിതം പറയുമ്പോൾ കണ്ടതിനെയൊക്കെ കൂട്ടി നടക്കുക എന്നുള്ളതല്ല. മാതാപിതാക്കൾ ഒന്ന് അന്വേഷിക്കും, ആ കുടുംബം നമുക്ക് പറ്റിയതാണോ? ഭാര്യ, കുടുംബം, ഭർത്താവ്, മാതാപിതാക്കളുടെ ഒരു അന്വേഷണത്തിൽ ഏകദേശം ഓക്കെ എന്നെത്തുമ്പോഴാണ് പിന്നെ കാണാൻ പോകേണ്ടത്. ശരിയത്തുൽ ഇസ്ലാം രക്തബന്ധ കുടുംബം തുടങ്ങുമ്പോൾ ശരിയത്തുൽ ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ശരിയത്തുൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു റബ്ബി അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യം തന്നെ ആ കസേര ഒഴിവുള്ളടത്തേക്കാണ് മാറിയിരിക്കാറ്. അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്. കസേരക്ക് വാടകയും കൊടുക്കുക, ആൾക്കാർ നിൽക്കും. എപ്പോഴും ആ ഇടയിൽ അതെങ്ങനെ ഓരോരോ കസേരയൊക്കെ അതിലേക്ക് ഇങ്ങോട്ട് കയറിയിരുന്നാൽ വരുന്നവർക്ക് ബാക്കിൽ ഇരുന്നൂടെ? അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇണയെ സവ്വജ്തുക വ അൻകഹ്തുക വിശുദ്ധ ഖുർആന്റെ 2 പദമാണ്. ആ 2 പദം ഉപയോഗിച്ചുകൊണ്ട് ഇണയും തുണയും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് കുടുംബങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ഏകദേശം എന്നൊരു ധാരണയിൽ എത്തുമ്പോഴാണ് കുട്ടിയെയും പുരുഷനെയും കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കാണാൻ പോണം. ഇവിടെയൊക്കെ കാണാൻ പോക്കുണ്ട്. ഇങ്ങനെ 5-8 ആളൊന്നായിട്ടാവും. ഉമ്മയും പാപ്പയും മോനും ആ പോക്ക് കുഴപ്പമില്ല. അല്ലാതെ ഒരു വണ്ടി നിറച്ച് കൂട്ടുകാരെയും കൂട്ടിയിട്ടല്ല പെണ്ണ് കാണാൻ പോകേണ്ടത്. അത് തനിച്ച ഹറാമാ, അത് ചെയ്യാൻ പാടില്ല. അവിടെ പോയിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വെള്ളമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇവരെ മുമ്പ് പോലെ. ഓക്കന്നെ അറിയില്ല അതിലെ ആരാണ് ഇന്ന കല്യാണം കഴിക്കണത്. അങ്ങനെയല്ല. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനും അവളും ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുക്കണം. അവളോട് ഇവൻ ചോദിച്ചു, മോളെ പേരെന്താണ്? പേര് റൈഹാന. മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? ആ 10ാം ക്ലാസ്. മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് റാങ്കിൽ ജയിച്ചതാണ്. സ്കൂൾ എത്ര പോയി? സ്കൂൾ +2. ഏതേ വിഷയം എടുത്തിരുന്നത്? ഞാൻ കൊമേഴ്സ്. ശരി.
തിരിച്ചു കൊടുക്കുക. ഇങ്ങോട്ടും ചോദിക്കാം, നിങ്ങളെ പേരെന്താണാവലെ? എൻ്റെ പേര് നൗഫൽ. നിങ്ങൾ മദ്രസ സ്കൂളൊക്കെ എങ്ങനെ? 10ാം ക്ലാസ് മദ്രസ കഴിഞ്ഞു, ഇപ്പോൾ ഡിഗ്രിയും കഴിഞ്ഞു. അല്ല, രണ്ടാൾക്കും ഇപ്പോൾ ഒരു ബോധ്യപ്പെട്ടു. എന്താ? കാഴ്ച ശക്തി രണ്ടാൾക്കും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു, കേൾവി ശക്തി രണ്ടാൾക്കും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു, മെമ്മറി പവർ രണ്ടാൾക്കും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിന് തന്നെയാണ് കാണാൻ പോകണമെന്നുള്ളത്. അല്ലാതെ അവിടെ പോയി ദൂരം നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് വരാം. മൃഗശാല കാണാൻ പോയതല്ലല്ലോ അത്. അങ്ങനെ ഒരു കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചാൽ അവരെ തമ്മിൽ ഇണ ചേർക്കുകയാണ്. ആ ഇണ ചേർക്കൽ എങ്ങനെയാണ്? മനസ്സും തമ്മിലാണ്. മനസ്സും തമ്മിൽ ചേർന്ന് നിന്നോ കഷ്ടപ്പാട്, പട്ടിണി, ബുദ്ധിമുട്ട്, സന്തോഷം, ദുഃഖം എല്ലാം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും. അതിന് മനസ്സും പൊരുത്തപ്പെടണം. അതാണ് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. അപ്പൊ 2 കുടുംബമായി, ഒന്ന് രക്തബന്ധം, ഒന്ന് വിവാഹബന്ധം. ഈ 2 ബന്ധം കൂടി ചേർന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ പുതിയ തലമുറയിലെ പെൺകുട്ടികളും ചെറുപ്പക്കാരും മനസ്സിലാക്കാൻ ഉണർത്തുകയാണ്. ഇപ്പൊ നമുക്ക് സ്വർഗത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ, സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു തരാൻ ഈ ചെറുപ്പക്കാരും ആലോചിക്കണം. നമുക്കിപ്പോൾ 2 ഉമ്മയും 2 വാപ്പയും ആയി. അപ്പൊ നമ്മളെ കെട്ടിച്ച കുട്ടികളോട്, മോളെ ഇതാരാ? ഇതിൻ്റെ അമ്മ. ഇതോ? ഇത് അമ്മായിമ്മ. എന്തിനാ ഈ കയറ്റം കയറാൻ നിൽക്കുന്നത്? അങ്ങനെയല്ല പറയേണ്ടത്. ഇതാരാ മോളെ? ഇത് ഇവിടുത്തെ അമ്മ. അതോ? അത് അവിടുത്തെ അമ്മ. ഇത് ഇവിടുത്തെ വാപ്പ, ഇത് അവിടുത്തെ വാപ്പ. എത്ര സുഖമുണ്ട്, നല്ല റാഹത്താണ്. ഇവിടെ നമ്മൾ സ്വകാര്യത്തിലോ അല്ലാതെയോ ആ വാപ്പാനെ പറ്റി ഇവരും ഈ ഇമ്മാനെ പറ്റി മറ്റവരും കുറ്റപ്പെടുത്തരുത്. കാര്യങ്ങൾ വല്ലതും സംസാരിക്കാനുണ്ടോ നേർക്ക് നേരെ പറയാലോ, ഒരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം ചൊല്ലി നല്ല നിലക്ക് പിന്നെ സംഗതി പറയാം. അല്ലാതെ കുറ്റപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ട്? നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ ഉമ്മയെപ്പറ്റി ഭർത്താവിനോട് ഇങ്ങനെ കുസുകുസു പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മോളെ, നിന്റെ ഈ സംസാരത്തിൽ നിന്റെ ഭർത്താവിന് അവരുടെ ഉമ്മയോട് വെറുപ്പ് വരികയാണ്, അല്ലേ? വെറുപ്പ് വരികയാണ്. ആ വെറുപ്പ് ഇങ്ങനെ കൂടി വരുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഈ കുസുകുസു കാരണം നിന്റെ ഭർത്താവ് ഓരോ വർത്താനത്തിലും ഓരോ സംസാരത്തിലും അവൻ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. കാരണം ഓന് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കേണ്ടത് ഓൻ്റെ അമ്മ തന്നെയാണ്, അല്ലേ? ഓനക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കേണ്ടത് ഓൻ്റെ അമ്മയാണ്. അപ്പൊ ഈ പെൺകുട്ടിയുടെ കുസുകുസു മന്ദിരത്തിൽ ഓൻ്റെ സ്വർഗത്തിന്റെ ടിക്കറ്റാണ് നഷ്ടപ്പെടുന്നത്. തിരിച്ചും മനസ്സിലാക്കണം, ഭർത്താവ് മനസ്സിലാക്കണം. ഭാര്യയുടെ ഉമ്മയെപ്പറ്റി നീ ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ മനസ്സിൽ അവളെ നൊന്ത് പ്രസവിച്ച ഉമ്മാനോട് വിഷമം വരികയാണ്, അവൾക്കും സ്വർഗം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ 2 പേരെയും സുഖജീവിതം മാത്രം ആലോചിച്ച് 2 പേർക്കും സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കുസുകുസു കുടുംബജീവിതത്തിൽ പറയരുതേ. ഉള്ളത് നേർക്ക് നേരെ പറയാം. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? 3 വിധത്തിലാണ്. 1, ആരോഗ്യപരമായ സന്തോഷം. 2, മാനസിക പൊരുത്തത്തിന്റെ സന്തോഷം, അല്ലേ? അല്ലാഹു. 4, നമ്മുടെ സ്വഭാവശുദ്ധിയുടെ സന്തോഷം. ഇതൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ സന്തോഷത്തെ നാം ഓർക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം പെറ്റ് വളർത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, അത് തന്നെയാണ് രക്തബന്ധത്തിലുള്ളത്, വിവാഹബന്ധത്തിലുള്ളത്. ഭാര്യയെ പ്രസവിച്ച് വളർത്തിയെടുത്തിരിക്കുന്ന മാതാപിതാക്കൾ, ഭർത്താവിനെ പ്രസവിച്ച് പോറ്റി വളർത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, ഈ 2 മാതാപിതാക്കളും നിങ്ങളെ ഇണ ചേർത്തത് അവരെ കുടുംബജീവിതത്തിലെ വലിയ ഒരു സന്തോഷം നിലനിൽക്കാനാണ്. ആ സന്തോഷം നിലനിൽക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സന്തോഷ കുടുംബജീവിതത്തിന്, അല്ലേ? അതുകൊണ്ട് തന്നെ ആരോഗ്യം നിലനിൽക്കണോ, അതിന് ചേർന്ന് വരുന്നതാണ് വൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്ലാമിക ശരീഅത്ത് കണ്ട നിങ്ങൾ നിയമങ്ങൾ പഠിപ്പിക്കുന്ന കിതാബുകൾ ഇങ്ങോട്ട് തുടങ്ങിയാൽ ഫിഖഹിന്റെ കിതാബുകളൊക്കെ തുടങ്ങുന്നത് കിതാബ് ത്വഹാറത്താണ്. എന്താണ് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ? ഉപയോഗിക്കുന്ന ആയുധ സാമഗ്രികൾ, ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന വീട്, ഉപയോഗിക്കുന്ന പാത്രം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം എല്ലാം ശുദ്ധിയായിരിക്കണം. എങ്ങനെ ശുദ്ധിയായിരിക്കണം? എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാവണം.
മൂത്രം, കാഷ്ടം, അതുപോലെ തുടങ്ങി എല്ലാം നമുക്ക് നജിസാണ്, മാലിന്യമാണ്. മാലിന്യമുക്തമായ വീട്, മാലിന്യമുക്തമായ ശരീരം, മാലിന്യമുക്തമായ വസ്ത്രം, മാലിന്യമുക്തമായ പരിസരം സന്തോഷ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനമാണ്. ആരോഗ്യ സംരക്ഷണം. അപ്പോൾ ഒരു വീട്ടിലുള്ള സഹോദരിമാർക്കാണത് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കുക. എങ്ങനെയാണത് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ വീട്ടിൽ എപ്പോഴും കുട്ടികളുണ്ടാവും, ചെറിയ മക്കൾ. അവിടെ മൂത്രമൊഴിച്ചു, ഇവിടെ കാഷ്ടിച്ചു, അതൊക്കെ അപ്പോൾ അതിൻ്റെ നിയമം അനുസരിച്ച് വൃത്തിയാക്കി പോകണം. അതേപോലെ തന്നെ ഇപ്പൊക്കെ കുട്ടിയൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ ഈ പാമ്പേഴ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണ കാലം. ചെറിയ കുട്ടികളല്ല. നാളെ എൻ്റെ വീട്ടിലൊരു കോഴി മുറ്റത്ത് അപ്പിയിട്ടു. അപ്പം ചെറിയ കുട്ടി പറഞ്ഞു, ഇപ്പ ആ കോഴിക്ക് പാമ്പേഴ്സ് ഇട്ടിട്ടില്ല. കുട്ടികൾക്ക് പത്തരല്ലേ അറിയുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ഇത് കിട്ടി ശീലമായതുകൊണ്ട് അപ്പോൾ കുട്ടികളിപ്പോൾ പണ്ടത്തെ മതിരില്ല. കുട്ടികൾക്കൊക്കെ നല്ല സംഗതികളൊക്കെ ബോധമുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ ഈ വാട്സപ്പിലാണല്ലോ എല്ലാവരും, അല്ലേ? എല്ലാ സംഗതിയും വാട്സപ്പിലാണ്. മിഞ്ഞാന്നൊരാൾ കൊണ്ട് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിക്കണം. ഒരാൾ എന്താ അയച്ചിക്കണത്? എടാ, എൻ്റെ കുടുംബത്തിൽ കാര്യപ്പെട്ട ഒരാൾ മരിച്ചിക്കണം, ഇതൊരു ഇന്നാലില്ലായി അയച്ചു തരുമോ? കുടുംബത്തിലൊരാൾ കാര്യപ്പെട്ട് മരിച്ചിട്ടേ ഇവനെന്നെ ചെയ്യാൻ പോണ സേവനാണ് ഇത് വാട്സപ്പിൽ ഇതൊരു ഇന്നാലില്ലായി അയച്ചു തരുമോ? കുടുംബത്തിലൊരാൾ മരിച്ചിക്കണം. അതൊക്കെ ഇപ്പം എല്ലാ സംഗതി ആരെ ഏൽപ്പിക്കാൻ പോവാണ്? വാട്സപ്പിനെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മുടെ ഒരു കുട്ടി ശരീരത്തിൽ മൂത്രമായാൽ, അതുപോലത്തെ വല്ല നജിസുകളുമായാൽ ഉടനെ കഴുകി വൃത്തിയാക്കണം. ആ നജിസായിരിക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ഒന്നും ഒരു ബക്കറ്റിലോ ഒരു മൂലയിലോ ഒരു സ്ഥലത്ത് വീട്ടിൻ്റെ അകത്ത് കൂട്ടിയിടാൻ നിൽക്കരുത്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കുന്നതെങ്കിൽ ഇത് പുറത്ത് വെക്കുക. എന്തുകൊണ്ട്? വീടിൻ്റെ അകം എപ്പോഴും ശുദ്ധവായു നിലനിൽക്കണം. വീടിൻ്റെ അകം എപ്പോഴും രോഗാണുക്കൾ വരാതിരിക്കണം. വീടിൻ്റെ അകം എപ്പോഴും റഹ്മത്തിൻ്റെ മലായിക്കത്തിന് ഏത് സമയത്തും വന്ന് കയറാൻ പറ്റണം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഒരു അശുദ്ധിയുള്ള പെണ്ണ്, അവൾക്ക് മാസക്കുളി ഉണ്ടായി, ശുദ്ധിയായാൽ അപ്പം കുളിക്കണം. എന്തുകൊണ്ട്? നിന്റെ ശരീരത്തിൽ കൂടെ നിൽക്കുന്ന 2 മലക്കുകളുണ്ട്. ആ 2 മലക്കുകളും അശുദ്ധിയുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ ശുദ്ധിയായോ ഉടനെ കുളിച്ച് ശുദ്ധിയാവണം. അങ്ങനെ മാലിന്യമുക്തമായിരിക്കണം നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം. ഇതൊക്കെ സന്തോഷ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേ പ്രകാരം അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസ് പോലൊരു വീട് നീ എടുക്കല്ലേ. എന്താണ് ഓർമ്മപ്പെടുത്തിയത്? പുറത്തൊക്കെ തിരക്കുകളില്ല, നമ്മൾ ചെന്ന് നോക്കിയാൽ നല്ല വൃത്തി, അടിച്ചലും തോത്തലും വൃത്തിയാക്കലും ക്ലീനിങ് ഒക്കെ ഉഷാറാണ്. പക്ഷേ മനസ്സ് എൻ്റെ നാട്ടിൽ പറയുമ്പോൾ ഇളച്ചി മൂത്തച്ചി എന്ന് പറയും. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും? ഓ ശരി. 2 ആളും തമ്മിൽ മനസ്സുകൊണ്ട് ഒരു ക്ലിയറും ഇല്ല. തുണിയും കുപ്പായം കൊണ്ടൊക്കെ നല്ല ക്ലിയറാണ്. ഒരു വീട്ടിൽ നിന്ന് 2 ആളും കല്യാണത്തിന് പോകുകയാണെന്ന് വെച്ചാൽ 2 ആൾക്കും ഒരു തുണിയും കുപ്പായം തന്നെയാണ്. പക്ഷേ അത് കുപ്പായത്തിലും തുണിയിലും മാത്രമേ ഉള്ളൂ, മനസ്സിലില്ല. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഭർത്താവിൻ്റെ ഉമ്മയും ഓൻ്റെ ഭാര്യ, അതിന് നമ്മൾ എന്താ പറയുക, അമ്മായിമ്മയും മരുവോളും, 2 ആളും ഇങ്ങനെ സംഗതി കണ്ടാൽ നല്ല മട്ടാണ്. പുറത്ത് നല്ല ശുദ്ധിയാണ്, വസ്ത്രം കൊണ്ട് ശുദ്ധിയാണ്, താമസം കൊണ്ട് ശുദ്ധിയാണ്, ഭക്ഷണം കൊണ്ട് ശുദ്ധിയാണ്, ഒക്കെ തിരക്കുള്ള. മനസ്സുകൊണ്ടോ? മനസ്സുകൊണ്ട് ശുദ്ധിയില്ല. ഒരു വാപ്പയും മക്കളും, ഒരു ഉമ്മയും വാപ്പയും മക്കളും ഒരു കുടുംബത്തിൽ സുബ്ഹാനല്ലാഹ് മനസ്സുകൊണ്ട് ശുദ്ധിയില്ല. ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ചു, പക്ഷേ അവരെ മനസ്സെങ്ങനെയുണ്ട്? മനസ്സ് കലങ്ങി നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ. നമ്മൾ വീടിന് പെയിന്റ് അടിച്ചു, അതേ പെയിന്റ് തന്നെയാണ് കക്കൂസിനും. നമ്മൾ പള്ളിക്ക് പെയിന്റ് അടിച്ചു, അതേ പെയിന്റ് തന്നെയാണ് ബാത്റൂമിനും. പക്ഷെ പുറത്തുനിന്ന് പെയിന്റ് കണ്ടിട്ട് കക്കൂസിൻ്റെ അകത്തേക്ക് കയറി ചെന്നാൽ നാറിയിട്ട് നിൽക്കാൻ വയ്യൂല. അതേ സമയത്തോ വീട്ടിൻ്റെ അകത്തേക്കോ പള്ളിയുടെ അകത്തേക്കോ കയറിയാലോ നല്ല വൃത്തിയാണ്. എന്നാൽ ഉള്ളും പുറവും നന്നാക്കണം. അതാണ് ആരോഗ്യം, അതാണ് സന്തോഷം. അസൂയ പരസ്പരം ഉണ്ടാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യ പ്രധാനമാണ്. കുടുംബത്തിൻ്റെ സന്തോഷം നിലനിൽക്കുന്നതിൽ വൃത്തി ഏറ്റവും പ്രധാനമാണ്. 2 വൃത്തി വേണം. മനസ്സിന് വൃത്തി വേണം, ശരീരത്തിന് വൃത്തി വേണം.
എന്നാൽ ആ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ സന്തോഷം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ഉണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു അവയവമുണ്ട്. ആ അവയവം നിങ്ങളെ സന്തോഷം ഉണ്ടാക്കാനും സന്തോഷം നശിപ്പിക്കാനും പറ്റിയതാണ്. രണ്ടിനും പറ്റിയ ഒരു അവയവമുണ്ട്. അതാണ് സൂക്ഷിക്കേണ്ടത്. അതേതാ? രണ്ട് താടിയെല്ലിനിടക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത അവയവമുണ്ട്, നാവ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മുത്തുനബിയോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ സ്വർഗം കിട്ടണല്ലോ, സ്വർഗം കിട്ടാതിരിക്കാൻ പറ്റൂലല്ലോ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ നോക്കി, നിങ്ങളെല്ലാവരും റസൂലുള്ളാഹി തങ്ങൾ രണ്ട് വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നാവ് ഇങ്ങനെ പിടിച്ചു. കുഫ്ഫ അലൈക ഹാദാ, ഈ സാധനത്തിനെ സൂക്ഷിച്ചോ എന്നാ സ്വർഗം കിട്ടും. മറ്റൊരു സമയത്ത് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ നാവിനെ നിനക്ക് വേണ്ടി നീ പിടിച്ചു വച്ചോ എന്ന് പറഞ്ഞാൽ എന്താ? നാവിനൊക്കെ കയറിട്ട് കെട്ടിക്കോ എന്നല്ല. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാനിപ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്? മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ മക്കൾ, മക്കളോട് സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭർത്താവ്, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഭാര്യ, ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ, ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഉസ്താദ്, പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രായം കുറഞ്ഞവർ, പ്രായം കുറഞ്ഞവരോട് സംസാരിക്കുമ്പോൾ പ്രായമുള്ളവർ, ഭരണാധികാരിയോട് സംസാരിക്കുമ്പോൾ ഭരണീയർ, ഭരണീയരോട് സംസാരിക്കുമ്പോൾ ഭരണാധികാരികൾ. ആരും ആരോടും, നേതാവ് സംസാരിക്കുമ്പോൾ അനുയായികളോട്, അനുയായികൾ സംസാരിക്കുമ്പോൾ നേതാവിനോട്, മുതലാളി സംസാരിക്കുന്നത് തൊഴിലാളിയോട്, തൊഴിലാളി സംസാരിക്കുന്നത് മുതലാളിയോട്, ആര് ആരോടും സംസാരിക്കുന്നതിന് മുമ്പ് അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വച്ചോ. എന്തുകൊണ്ട്? നമ്മൾ കല്യാണം കഴിച്ചു, 20ാമത്തെ വയസ്സിൽ നമ്മൾ ഇണയായി ചേർന്നാണ് നമ്മളെ ഭാര്യ. ഇപ്പൊ അവൾക്ക് വയസ്സ് 60ആയി, മൂപ്പർക്ക് 65ആയി. എത്ര കൊല്ലമായി ഒരു ഇണയും തുണയുമായിട്ട്. പക്ഷേ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു. ആ ദേഷ്യം അങ്ങ് കാട് കയറി. അപ്പൊ മൂപ്പര വക ഒരൊറ്റ പറച്ചിൽ, എൻ്റെ 66 ചെല്ലിയ. ഇനിയിപ്പോ യാതൊരു മസലയും നോക്കാതെ എവിടെ പോയാലും ഇനി പോകൂലേ നോക്കണ്ടേ ഇല്ല. കണ്ടോ? ഈ ദേഷ്യപ്പെട്ടുകൊണ്ട് അൽ വളബു മിനശ് ശൈത്താൻ, നിങ്ങളെ പ്രത്യേകമായ വഴി തെറ്റിച്ചു വിടുന്ന ഒരു സംഗതിയാണ് ശൈത്താൻ ചെയ്യുന്നത്. ശൈത്താൻ ആണ് അൽ വളബു മിനശ് ശൈത്താൻ, കഠിനമായ ദേഷ്യം, അത് പിശാചിന്റെ പ്രേരണയാണ്. ശൈത്താൻ കേറുകള വല്ലിപ്പാക്കൈ കൈ പിടിക്കാതെ വല്ലിപ്പാനെ എഴുന്നേറ്റ് നിർത്താൻ പറ്റൂല. അങ്ങനത്തെ വല്ലിപ്പ ദേഷ്യം പിടിച്ചപ്പോ മൂപ്പരന്നെ നീച്ചല്ലോ. സലീമാജി നിങ്ങൾ കണ്ടിട്ടില്ലേ? മൂപ്പർക്ക് ദേഷ്യം, മൂപ്പര ഒരാൾ കൈ പിടിക്കണം എന്നെങ്കിലേ വല്ലിപ്പാക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ദേഷ്യം പിടിച്ചു നോക്കുമ്പോ മൂപ്പരന്നെ ദേഷ്യം അത് പിശാച്ചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ആ പിശാച്ച് നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കല്ലേ. ഒരു കോടതിയിലുള്ള ജഡ്ജി, ഒരു പള്ളിയുടെ ഖാദി, ഒരു കുടുംബത്തിന്റെ നാഥൻ എപ്പോഴും ഒരു കാര്യം ചെയ്യണം. എന്താണത്? ഒരു കേസിൽ ഇടപെട്ട് വിധി പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം എന്താണ്? ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ ദേഷ്യപ്പെട്ട സമയത്ത് വിധി പറയാൻ പാടില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ പത്രങ്ങൾ വായിക്കുമ്പോൾ? വിചാരണ കഴിഞ്ഞു, വാദിയുടെയും പ്രതിഭാഗവും വിചാരണ കഴിഞ്ഞു, വിധി പറയാൻ 1-ാം തീയതിക്ക് മാറ്റിവെച്ചു അല്ലേ? എന്താ? ഈ വക്കീലന്മാരുടെ സംസാരത്തിൽ ഇയാളെ സ്വാധീനിച്ച ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിങ്ങാണ്ട് വിധി പറഞ്ഞാലേ ഇയാൾ സലാക്കിയല്ലമാര് 66 ചെല്ലിയ. പിന്നെ വൈകുന്നേരം ആയി നോക്കുമ്പോൾ ചെറിയൊരു മഴ, ഒരു തണുപ്പിൻ്റെ കാറ്റും. അപ്പോഴാണ് ഇപ്പോൾ ഈ ചെല്ലിയത് എത്രയാന്നൊക്കെ ആലോചിക്കണത് അല്ലേ? പിന്നെ കാളിയാരടുത്ത് പോയി നോക്കുമ്പോൾ കാളിയാർ പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ, ആകെ 3 ചെല്ലാനുള്ളൂ, 66 ചെല്ലൽ കഴിഞ്ഞേക്കാണ്, ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഖത്തീബിൻ്റെ അടുത്ത് വിട്ട് വലിയ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. വലിയ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വലിയ ഉസ്താദ് പറഞ്ഞു, കുട്ടിയെ ഇനി യാതൊരു മാർഗമല്ല. അപ്പം പറഞ്ഞു, ഉസ്താദേ ഞാൻ അങ്ങനെ ചെല്ലിയതല്ല. പിന്നെ എങ്ങനെ ചെല്ലിയോ ചോദിച്ചു. അത് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ ചെല്ലിയതാണ്. ദേഷ്യം പിടിച്ചിങ്ങാണ്ട് തന്നെയാണ് ചെല്ലല്, അല്ലാതെ എൻ്റെ കരളയാറിന് കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് ആരെങ്കിലും തലാക്കിയല്ലുണ്ടോ? അവിടെ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുകയാണെങ്കിലും ഭർത്താവ് ഭാര്യനോട് സംസാരിക്കുകയാണെങ്കിലും, ഞാനൊരിക്കൽ
എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരു കുടുംബത്തിൽ പോകേണ്ടി വന്നു. ആ വീട്ടിലേക്കാണ് കയറി ചെന്നപ്പോൾ വല്ലാത്ത ഒരു സന്തോഷത്തിൽ കാത്തു നിൽക്കുകയാണ് അവർ. അപ്പോൾ അവിടെ പ്രായമുള്ള നമ്മളെ കൂടെ ഹജ്ജിന് വന്നൊരു പ്രായമുള്ള വല്യമ്മയും വല്യപ്പിയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരെ പുതിയാപ്പിളാരുണ്ട്, അവിടെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, ഒക്കെ ഒരു കുടുംബം 10-20 ആളുണ്ട്. ഞാനിങ്ങനെയാണ് കയറി ചെന്ന് ഇരുന്നൂടുമ്പം ആ കുടുംബത്തിലെ വല്യമ്മ അത് മദീനത്ത് നിന്ന് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു അതിന്. ഇപ്പോൾ നമ്മൾ നല്ലോണം സഹായിച്ചു കൊടുത്ത് നടക്കാനെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാനത് കയറി ചെന്നൊരു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വല്യമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മദീനത്തെ കാര്യം എനിക്കിപ്പോഴും അതിൻ്റെ ആ വിഷമത്തിൽ രക്ഷപ്പെട്ടതാണ്. മദീനത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പ അവിടുന്ന് ഉണ്ടാവേക്ക എൻ്റെ ഒരു മദീനയും ആ ഉമ്മ അപ്പാണ് പോയ ശേഷം പിന്നെ തിരിച്ച് ഞാൻ പോരുന്നത് വരെ അതിൻ്റെ സൗണ്ട് തന്നെ കേട്ടിട്ടില്ല.